ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാസ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ സ്കന്ദപുരാണം കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് പാർവതീദേവിയുടെ തിരു അവതാരവും ദേവിയുടെ തപസ്സും, അതുപോലെ തന്നെ മഹാദേവൻ ദേവിയെ കാണാനായി എത്തുന്നതും ദേവിക്ക് ഉറപ്പ് നൽകുന്നതും അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ മഹാദേവൻ വിവാഹത്തിന് ഒരുങ്ങുകയാണ്. വിധിപ്രകാരം തന്നെ, ധർമ്മശാസ്ത്ര വിധിപ്രകാരം തന്നെ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട് എന്ന് മഹേശ്വരൻ ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സപ്തർഷികളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് സപ്തർഷികളോട് ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് പോകണമെന്നും വിവാഹം ആലോചിക്കണം എന്നും പറയുന്നു. അങ്ങനെ മഹേശ്വരൻ്റെ ആജ്ഞപ്രകാരം സപ്തർഷികൾ ഹിമവാന്റെ കൊട്ടാരത്തിലെത്തുകയും ഹിമവാൻ ഋഷിമാരെ സ്വീകരിച്ച് ആനയിച്ച് തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്തതിനു ശേഷം എന്തിനാണ് വന്നത് എന്ന് ഹിമവാൻ അവരോട് ചോദിക്കുന്നു. പാർവതീദേവിക്ക് ഒരു വിവാഹാലോചനയുമായിട്ടാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നും പരമശിവന് വേണ്ടിയിട്ടാണ് വിവാഹം ആലോചിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി തന്നെ അവർ ഹിമവാനോട് പറയുന്നു. അത് കേട്ടതും ഹിമവാന് വളരെയധികം സന്തോഷമായി. പക്ഷേ മേനാദേവിക്ക് ചില ആശങ്കകൾ ഉണ്ടായി. അതായത് പ്രധാനമായിട്ടും മേനാദേവിയുടെ ആശങ്ക എന്ന് പറയുന്നത് ക്ഷിപ്രകോപിയാണ് ശിവൻ എന്നാണ് മേനാദേവി കേട്ടിട്ടുള്ളത്. ദക്ഷപ്രജാപതിക്കുണ്ടായ ആ ദുരിതമൊക്കെ മേനാദേവി കേട്ടിട്ടും ഉണ്ട്. ഈ ഒരു ആശങ്ക സപ്തർഷികളോടും തൻ്റെ ഭർത്താവിനോടും പങ്കുവെച്ചപ്പോൾ അഗസ്ത്യ മഹർഷിയാണ് മേനാദേവിക്കുള്ള മറുപടി കൊടുക്കുന്നത്. കേവലം ശിവനിന്ദ മാത്രമല്ല ദക്ഷൻ ചെയ്തത്, അവൻ്റെ അഹങ്കാരത്തിനുള്ള ഒരു മറുപടിയും കൂടിയാണ് മഹേശ്വരൻ ആ വിധം പ്രവർത്തിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അഗസ്ത്യ മഹർഷി മേനാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ മേനാദേവിയുടെ സംശയങ്ങളെല്ലാം മഹർഷി അകറ്റുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി വിവാഹത്തിന് ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ഹിമവാൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. ഒരു വലിയ പന്തൽ ഹിമവാൻ നിർമ്മിക്കുകയാണ്. ആ പന്തൽ നിർമ്മിക്കാനായിട്ട് ഹിമവാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിനായിട്ട് ദേവശില്പിയെയാണ് നിയോഗിച്ചത്. അദ്ദേഹം ആദ്യം തന്നെ വിവാഹ മണ്ഡപം പണിഞ്ഞു. അതിമനോഹരമായ ഒരു മണ്ഡപമായിരുന്നു. പിന്നീട് അതിഥികൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള അതിഥി മന്ദിരങ്ങൾ പണിഞ്ഞു. അങ്ങനെ ഒരു വലിയ മനോഹരമായ ഒരു ദേവനഗരം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ഹിമവാൻ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഇന്ദ്രൻ മുതലായ സകല ദേവന്മാരെയും മഹർഷിമാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ പരിജനങ്ങളെയും എല്ലാവരെയും, അതായത് 14 ലോകങ്ങളിലും അവിടെ എല്ലാം താമസിക്കുന്ന ആളുകളെയും ഹിമവാൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വിളിച്ചു. വധുവിൻ്റെ ഭാഗത്തു നിന്നും ഹിമവാൻ എല്ലാവരെയും ക്ഷണിച്ചു. ഈ സമയത്ത് പരമേശ്വരനും തൻ്റെ മംഗല്യ വാർത്ത ബ്രഹ്മാദി ദേവന്മാരെ അറിയിക്കുന്നതിനും ഏവരെയും ക്ഷണിക്കുന്നതിനുമായിട്ട് നന്ദികേശ്വരനെയാണ് നിയോഗിച്ചത്. അങ്ങനെ നന്ദികേശ്വരൻ മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും സകല ദേവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും മറ്റു ഗ്രഹ അധിപന്മാരെയും നക്ഷത്രങ്ങളെയും
സപ്തകന്യകമാരെയും എല്ലാവരെയും നന്ദികേശ്വരനും ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് എല്ലാവരും കൈലാസത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ബ്രഹ്മദേവൻ എല്ലാവരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരു കാര്യം മഹാദേവനെ അറിയിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: അല്ലയോ ഗംഗാധര ഭഗവാനെ, അങ്ങയുടെ രൂപവും ഭാവവും എല്ലാം വിലപിടിച്ച വലിയ തത്വങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ അങ്ങയുടെ ആടയാഭരണങ്ങളും വേഷവിധാനങ്ങളുമെല്ലാം ലോകത്തിന് നൽകാനുള്ള വിലപിടിച്ച പാഠങ്ങളാണ് എന്നും ഞങ്ങൾക്കറിയാം. പാർവതി പരിണയം നടക്കുന്നത് പോലും കുമാരജനനത്തിന് വേണ്ടിയാണെന്നും അത് ലോകത്തിന് നന്മ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും അല്പം സങ്കോചത്തോടു കൂടി തന്നെയാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. വിവാഹമെന്ന മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അങ്ങ് ധരിച്ചിരിക്കുന്ന പന്നകങ്ങൾ, പന്നിക്കൊമ്പ്, കപാലമാല, ആമത്തോട് മുതലായവയെ ഒന്നുപേക്ഷിച്ചിട്ട്, താൽക്കാലികമായി ഒന്ന് വെടിഞ്ഞിട്ട്, ഒരു നവവരനു വേണ്ടുന്ന ആഭരണങ്ങളും കിരീടവും ധരിക്കാൻ അങ്ങ് സമ്മതിക്കണം. ലോകബോധ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങ് ഇപ്രകാരം ഒരു പുതുവേഷം ധരിക്കുവാൻ തയ്യാറാകണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ബ്രഹ്മദേവൻ മഹാദേവനോട് അപേക്ഷിക്കുന്നു. തുടർന്ന് ദേവന്മാരും മറ്റുള്ളവരും എല്ലാവരും തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന വിശിഷ്ട പദാർത്ഥങ്ങൾ മഹേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ചു. എങ്കിലും ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അതോടുകൂടി ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. അതായത് ഭഗവാൻ ധരിച്ചിരുന്ന പന്നകങ്ങളും കപാലമാലയും ആമത്തോടും പന്നിക്കൊമ്പുമെല്ലാം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും പെട്ടെന്ന് തന്നെ അതിനു പകരം രത്നങ്ങളും വൈഢൂര്യങ്ങളും പതിച്ച ആഭരണങ്ങളായി മാറുകയും ചെയ്തു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ദേവന്മാരുടെ ആഗ്രഹം അനുസരിച്ച് ഭഗവാന്റെ രൂപം തന്നെ മാറിപ്പോയി. ഭഗവാന്റെ ഇപ്രകാരമുള്ള മാറ്റം കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും സന്തോഷിക്കുകയും ആ രൂപം കണ്ണിറച്ച് കാണുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഹിമവാനും പരിവാരങ്ങളും എത്തിച്ചേരുന്നത്. അവർ കൈലാസത്തിൽ വന്ന് പരമേശ്വരനെ ദർശിച്ചതിനു ശേഷം ഇങ്ങനെ അപേക്ഷിച്ചു: ഗംഗാധരനായ ഭഗവാനെ, അവിടുന്ന് പാർവതീദേവിയെ പരിണയം ചെയ്ത് ലോകക്ഷേമം നടപ്പാക്കാൻ നിശ്ചയിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. പരിണയത്തിന് മംഗളമുഹൂർത്തം കണ്ടിരിക്കുന്നത് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ്. അതിനാൽ ഉമാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നതിന് ഈ ശുഭദിനത്തിൽ തന്നെ അങ്ങ് ഹിമാലയത്തിലേക്ക് എഴുന്നള്ളണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് ഹിമവാൻ വളരെ വിനയപൂർവ്വം അപേക്ഷിച്ചു. അങ്ങനെ ഹിമവാന്റെ ക്ഷണം സ്വീകരിച്ച് ആ ദിവസം തന്നെ, ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ഹിമാലയത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരുക്കങ്ങൾ മഹേശ്വരൻ തുടങ്ങി. അങ്ങനെ വിവാഹയാത്ര തുടങ്ങുകയാണ്. ഒരു വലിയ ഘോഷയാത്രയായിട്ടാണ് എല്ലാവരും പോകുന്നത്. ഇങ്ങനെയൊരു ഘോഷയാത്ര ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. ഭഗവാനുണ്ട്, ഭഗവാന്റെ ഭൂതഗണങ്ങളെല്ലാവരുമുണ്ട്. അവരിങ്ങനെ തുള്ളിച്ചാടി ഒച്ച വെച്ച് ബഹളം വെച്ച് പോകുന്നുണ്ട്. സകല ദേവന്മാരും സപ്തർഷികളും എന്നു വേണ്ട എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും മുമ്പിലായി മഹേശ്വരനുമുണ്ട്. അങ്ങനെ ഒരു വലിയ ഘോഷയാത്ര. ഈ ലോകം അങ്ങനെയൊരു ഘോഷയാത്ര ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആർപ്പ് വിളിക്കുന്നുണ്ട്, ഹരഹര മഹാദേവ എന്ന് വിളിക്കുന്നുണ്ട്. ആകെ
ഒരു ബഹളമാണ് ആ ഘോഷയാത്രയിൽ മുഴുവനും. കാളപ്പുറത്താണ് ഭഗവാൻ പോകുന്നത്. അങ്ങനെ തൻ്റെ ഋഷഭവാഹനത്തിൽ നിന്ന് മഹാദേവൻ താഴെ ഇറങ്ങുന്നു. മറ്റു ദേവന്മാരും അവരവരുടെ വാഹനങ്ങളിലാണ് വന്നിരിക്കുന്നത്. അവരും ഇറങ്ങി. അങ്ങനെ എല്ലാവരും എവിടെ എത്തിച്ചേരുന്നു? വിവാഹത്തിനായിട്ട് ഹിമാലയത്തിൽ എത്തിച്ചേരുന്നു. വരനെയും കൂട്ടരെയും സ്വീകരിക്കുന്നതിനായിട്ട് അവിടേക്ക് മേനാദേവി എത്തിച്ചേരുന്നു. തുളുമ്പുന്ന പാൽക്കുടവുമായി ചെന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഭിഷേകം ചെയ്തു. താൻ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൊണ്ടു തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ തുടച്ച് ശുദ്ധമാക്കി. ആ സമയം പരമേശ്വരന് ധരിക്കുന്നതിന് നന്ദികേശ്വരൻ തങ്കപാദുകങ്ങളുമായി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ വിവാഹ ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നിങ്ങൾ കേൾക്കണം. മംഗളകർമ്മത്തിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മംഗളവാദ്യങ്ങൾ മുഴക്കിയും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞും ദേവഗന്ധർവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നു. ഹരഹര മഹാദേവ മന്ത്രം കൊണ്ട് ഒരിക്കൽ കൂടി ആ അന്തരീക്ഷം മുഖരിതമാവുകയും ചെയ്തു. ത്രിമൂർത്തികൾ ഒരിക്കലും പിരിയാൻ പാടില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും മധ്യത്തിലൂടെയാണ് മഹേശ്വരൻ വിവാഹ മണ്ഡപത്തിലൂടെ കതിർ മണ്ഡപത്തിലേക്ക് യാത്ര ചെയ്തത്. നിങ്ങൾ ആ ദൃശ്യം മനസ്സിൽ കാണണം. മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും നടുക്കായി മഹേശ്വരൻ നിൽക്കുന്നു. അവർ 3 പേരും കൂടിയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് യാത്ര ചെയ്തത്. അങ്ങനെ അവർ കതിർ മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. ദേവശില്പിയുടെ കരവിരുത് ആസ്വദിച്ചും വിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും വർത്തമാനങ്ങൾ കേട്ടും കതിർ മണ്ഡപത്തിൽ എത്തിച്ചേർന്ന പരമേശ്വരൻ്റെ ചുണ്ടിൽ ഒരു വശ്യമായ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. കതിർ മണ്ഡപത്തെ പ്രാപിച്ച ശിവശങ്കരനെ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. ഇന്ദ്രനീല കല്ലുകൾ പതിച്ച ദിവ്യാസനത്തിൽ മഹാദേവനെ ഇരുത്തുന്നു. പ്രപഞ്ചനാഥനായ ഭഗവാൻ ആസനസ്ഥനായി കഴിഞ്ഞപ്പോൾ സഭാവാസികളും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. പാർവതി പരമേശ്വര പരിണയം ദർശിച്ച് സായൂജ്യമടയുവാൻ ത്രിലോകങ്ങളിലെയും ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നതിനാൽ ഒരു പ്രശ്നമുണ്ടായി. ഹിമാലയ പർവ്വതം ഒരു വശത്തേക്ക് ചരിയുന്നു എന്ന നിലയിൽ ആയിത്തീർന്നു. ഭാരം കൊണ്ട് എല്ലാവരും ഈ ഭൂലോകത്തിൻ്റെ ഭാരം മുഴുവനും ഒരു പ്രദേശത്ത് കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് ഹിമാലയ പർവ്വതം വിറച്ചു. ഭൂലോകത്തിൻ്റെ ഉത്തരഭാഗം ഭാരക്കൂടുതൽ കൊണ്ട് താഴുകയും ദക്ഷിണഭാഗം ഉയരുകയും ചെയ്തു. അങ്ങനെ ഭൂഗോളത്തിൽ അനുഭവപ്പെട്ട ഈ ചലനം വിവാഹവേദിയിൽ സന്നിഹിതരായിരുന്ന ദേവന്മാരെയും മുനിമാരെയും പരിഭ്രാന്തരാക്കി തീർക്കുകയും ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ മഹേശ്വരനോട് സങ്കടം പറഞ്ഞു. ഭഗവാൻ ഉടൻ തന്നെ അഗസ്ത്യമുനിയെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അഗസ്ത്യമുനി ഭഗവാന്റെ അടുക്കൽ എത്തിച്ചേരുന്നു. ഭഗവാനെ വന്ദിക്കുന്നു. അപ്പോൾ മഹേശ്വരൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മാമുനെ, ത്രിലോകവാസികളും ഹിമാലയ ശൃംഗത്തിൽ എത്തിയിരിക്കുന്നതിനാൽ ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭൂഗോളത്തിൻ്റെ ഉത്തരഭാഗം താഴുകയും ദക്ഷിണഭാഗം ഉയരുകയും ചെയ്തിരിക്കുന്നു. ഈ സ്ഥിതി തുടരാൻ പാടില്ല. തുടർന്നാൽ സ്വർഗലോകം താഴുവാനും മഹാമേരു പർവ്വതം തുലനാവസ്ഥ നഷ്ടപ്പെട്ട് ചരിഞ്ഞു വീഴുന്നതിനും സാധ്യത കാണുന്നു. ഭൂമിയെ സന്തുലനാവസ്ഥയിൽ നിലനിർത്തുന്നതിന് അങ്ങ് എത്രയും പെട്ടെന്ന് ദക്ഷിണ ഭാരതത്തിലുള്ള സഹ്യാദ്രിയിലേക്ക് യാത്ര ചെയ്യണം. ഇങ്ങനെ മഹേശ്വരൻ
അഗസ്ത്യമുനിയോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മഹേശ്വരൻ അഗസ്ത്യമുനിയെ ഈ ദൗത്യത്തിന് നിയോഗിച്ചത്? മുനിമാരുടെ കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞവനാണ് അഗസ്ത്യൻ. എങ്കിലും അദ്ദേഹത്തിന് വലിയ ഭാരമുണ്ട്. ത്രിലോകങ്ങളെക്കാൾ ഭാരമുള്ളവനാണ് അഗസ്ത്യമുനി. ഒരു വലിയ ദൗത്യമാണ് ഭഗവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ വിഷമമാണ് തോന്നിയത്. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മഹേശ്വരൻ ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ മഹേശ്വരൻ ചോദിച്ചപ്പോൾ അഗസ്ത്യമുനി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വിവാഹം ദർശിക്കുന്നതിനുള്ള അസുലഭമായ അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അടിയൻ ഇങ്ങനെ സംഭവിച്ചത്? അതിനും മാത്രം അടിയൻ അത്ര പാപിയാണോ? അതുകൊണ്ടാണോ അങ്ങയുടെ വിവാഹം എനിക്ക് കാണാൻ സാധിക്കാതെ വരുന്നത്? അഗസ്ത്യമുനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മഹേശ്വരനോട്, മനമുരുകിക്കൊണ്ട് മഹേശ്വരനോട് പറഞ്ഞു. ഭഗവാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. തികച്ചും സമാധാനത്തോടുകൂടി സഹ്യാദ്രിയിലേക്ക് പുറപ്പെട്ടു കൊള്ളാനും വിവാഹത്തിനു ശേഷം താൻ ദേവീസമേതനായി അവിടെ വന്ന് അദ്ദേഹത്തിന് ദർശനം നൽകുന്നതാണ് എന്നും പരമേശ്വരൻ അഗസ്ത്യമുനിയെ അറിയിച്ചു. മാത്രമല്ല, അഗസ്ത്യരുടെ ത്യാഗത്തിന് പകരമായി അദ്ദേഹം പ്രവേശിക്കുന്ന ആ പർവ്വതഭാഗം, ആ ഗിരിഭാഗം അഗസ്ത്യകൂടം എന്ന പേരിൽ അറിയപ്പെടും എന്നും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആജ്ഞപ്രകാരം അഗസ്ത്യമുനി സഹ്യാദ്രിയിൽ എത്തിച്ചേരുകയും ഭൂമിയെ ഒരു വലിയ പതനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴേക്കും വിവാഹ മുഹൂർത്തമായി. വിവാഹവേദിയിലേക്ക് ഉമാദേവിയെ ആനയിച്ചു കൊണ്ടുവരാൻ ഹിമവാൻ കൽപ്പിക്കുന്നു. ജയദുർഗാദേവിയാണ് ഉമയുടെ കരം പിടിച്ച് വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. നാണിച്ച് നമ്രശിരസ്കയായി അന്നനടയോടെ ദേവി കതിർ മണ്ഡപത്തിലേക്ക് നടക്കുന്നു. ഇന്ദ്രപത്നി ഇന്ദ്രാണി താമ്പൂല തളികയുമേന്തി ദേവിയെ അനുഗമിച്ചപ്പോൾ മണ്ണിലും വിണ്ണിലും പാതാളത്തിലുമുള്ള ഗംഗാദേവി മഹാദേവിക്ക് വെൺചാമരങ്ങൾ വീശി. ഭദ്രകാളിയും ചോരക്കാളിയും കൊടുങ്കാളിയും പാർവതിക്ക് മുത്തുക്കുടകൾ പിടിച്ചു. ഐശ്വര്യദേവതയായ ലക്ഷ്മീദേവി പാർവതീദേവിയെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. വിദ്യാദേവിയായ സരസ്വതി സ്തുതിഗീതങ്ങളാൽ ആ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടി. അങ്ങനെ സർവമംഗളങ്ങളും തെളിഞ്ഞ ആ ധന്യമുഹൂർത്തത്തിൽ ദേവി കതിർ മണ്ഡപത്തിൽ വലതുകാൽ വെച്ച് പ്രവേശിച്ചു. കരുണാമയനായ മഹേശ്വരൻ ഉമാദേവിയെ വീക്ഷിച്ചു. ആ മുഖത്തെ പുഞ്ചിരിയും തൃക്കൺ കടാക്ഷവും ദേവിയെ തൻ്റെ വാമഭാഗത്തേക്ക് ക്ഷണിക്കുന്നതായി തോന്നിച്ചു. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. വരൻ്റെയും വധുവിൻ്റെയും കൈകാലുകൾ ഗംഗാജലം കൊണ്ട് കഴുകി ശുദ്ധി വരുത്തി. അത് ചെയ്തത് മേനാദേവിയായിരുന്നു. തുടർന്ന് ഹിമവാൻ പാർവതീദേവിയുടെ കൈ പിടിച്ച് പരമേശ്വരൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഒപ്പം സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ഇടറുന്ന കണ്ഠത്തോടെ തൻ്റെ പുത്രിയെ ശിവശങ്കരന് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ മംഗളമുഹൂർത്തത്തിൽ ഗന്ധർവന്മാരും സിദ്ധന്മാരും നാരദ മഹർഷിയും വീണ, തമ്പുരു തുടങ്ങിയ വാദ്യങ്ങൾ വായിച്ചു. ഉർവശി, മേനക, രംഭ, തിലോത്തമ മുതലായ ദേവനർത്തകിമാർ അപ്പോൾ നൃത്തം ചെയ്തു. ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവിമാർ മധുരമായി പാട്ടുകൾ പാടി. ഭൂതഗണങ്ങൾ വാദ്യ ഉപകരണങ്ങൾ മീട്ടി.
ദേവന്മാരും മുനിമാരും വധൂവരന്മാർക്കുമേൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. സ്വർണപാത്രത്തിൽ ഹിമവാൻ നിറച്ചു കൊണ്ടുവന്ന പശുവിൻ പാല്, തേൻ, നെയ്യ്, മാമ്പഴം, കദളിപ്പഴം തുടങ്ങിയവയെ ശിവശങ്കരൻ വിരൽ കൊണ്ട് സ്പർശിച്ചു തന്നെ ത്രിമധുരമാക്കി തീർക്കുന്നു. ഹിമവാൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ പുഷ്പവും ചന്ദനവും പനിനീരും കൊണ്ട് ആ ത്രിമധുരത്തെ ഭഗവാനു തന്നെ നൈവേദ്യമായി സമർപ്പിക്കുകയും ചെയ്തു. ഈ സമയം അത്രയും തൊഴുകൈകളോടെ തൻ്റെ പാർശ്വത്തിൽ നിലയുറപ്പിച്ചു നിന്നിരുന്ന ബ്രഹ്മദേവനെ ചോദ്യഭാവത്തിൽ ഭഗവാനൊന്ന് നോക്കി. അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം ഉണർത്തിച്ചു: ഹേ മഹേശ്വര, മനുഷ്യരും ദേവന്മാരും വിവാഹവിധി ശരിയായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർവേശ്വരിയായ പാർവതീദേവിയെ വിധിപ്രകാരം അവിടുത്തേക്ക് വിവാഹം ചെയ്തു തരാൻ അനുവാദം നൽകണം. സകല ലോകങ്ങൾക്കും അതൊരു മാതൃകയായി ഭവിക്കും. ഇങ്ങനെ ബ്രഹ്മദേവന്റെ അപേക്ഷ മഹേശ്വരൻ സ്വീകരിച്ചു. തുടർന്ന് വ്യാഴഭഗവാനും ശുക്രാചാര്യരും ശാസ്ത്രവിധി അനുസരിച്ച് വിവാഹ ചടങ്ങുകൾ നടത്തി തുടങ്ങി. ബ്രഹ്മദേവൻ പൗരോഹിത്യം ഏറ്റെടുത്തു. സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതിനാൽ വിഘ്നേശ്വര വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് പൂജിക്കേണ്ടി വന്നില്ല. അങ്ങനെ ശാസ്ത്രവിധി പ്രകാരം തന്നെ ശിവപാർവതി പരിണയം അവിടെ അരങ്ങേറി. പ്രപഞ്ചനാഥനായ ശിവഭഗവാൻ പരാശക്തിയായ പാർവതീദേവിയെ പാണിഗ്രഹണം ചെയ്തു. ആഘോഷത്തിമിർപ്പും ആഡംബരവും ആൾബലവും കൊണ്ട് അനുപമമായ ഒരു ചടങ്ങായി തീർന്നു ആ വിവാഹം. ദേവന്മാർ വധൂവരന്മാർക്കുമേൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അപ്പോൾ വധുവിൻ്റെ പിതാവായ ഹിമവാൻ പൊന്നാണയങ്ങൾ കൊണ്ടാണ് നവദമ്പതിമാരെ അഭിഷേകം ചെയ്തത്. എല്ലായിടത്തും ആഹ്ലാദം. ആ സമയത്ത് അവിടേക്ക് ഒരാൾ എത്തിച്ചേരുന്നു. ആരാണ്? രതീദേവി. രതീദേവി ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നു. കാരണം ഭഗവാൻ പറഞ്ഞിരുന്നു, താൻ എപ്പോഴാണോ പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ കാമദേവന് ജീവൻ നൽകാം എന്ന് അനുഗ്രഹിച്ചിരുന്നു പരമേശ്വരൻ. അതുകൊണ്ടാണ് ആ സമയം അവിടേക്ക് ആരെത്തിച്ചേരുന്നത്? രതീദേവി എത്തിച്ചേരുന്നത്. തനിക്ക് മംഗല്യഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ദേവി ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെ സന്തുഷ്ടചിത്തനായി പാർവതീദേവിയുമൊത്ത് കതിർമണ്ഡപത്തിൽ ഇരുന്നരുളിയിരുന്ന ശിവഭഗവാൻ അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. മുമ്പ് ശിവകോപത്തിനിരയായി വെന്തു വെണ്ണീറായി തീർന്നിരുന്ന മന്മഥൻ വീണ്ടും അവിടെ ഉയർന്നു വരികയാണ്. കാമൻ രതിയുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷനായും എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാതെ അപ്രത്യക്ഷനായും ഭവിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു. പുനർജന്മം നേടിയ കാമനും ഭർത്താവിനെ വീണ്ടുകിട്ടിയ രതീദേവിയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തതിനു ശേഷം തങ്ങളുടെ വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. വിഷ്ണുവും ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും മഹർഷിമാരും ശിവഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വിടവാങ്ങുകയും ചെയ്തു. അങ്ങനെ മംഗളകരമായി മഹാദേവന്റെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിവാഹ ആഘോഷ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ പരമേശ്വരൻ പത്നി സമേതനായി ഋഷഭവാഹനത്തിൽ കയറി ആദ്യം പുറപ്പെട്ടത് സഹ്യാദ്രിയിലേക്കാണ്. അവിടെ
തൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയുടെ സന്തുലനാവസ്ഥ കാക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ പാർവതീ സമേതനായി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. ഭഗവാനെ അനുഗമിച്ച ദേവന്മാരെയും മഹർഷിമാരെയും യാത്ര അയച്ചതിനു ശേഷം പാർവതീ സമേതനായി ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ദേവിയെ വാമഭാഗത്ത് ഇരുത്തി ജ്ഞാനപീഠത്തിൽ അമർന്ന് ശങ്കരൻ യോഗനിഷ്ഠയെ വരിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ വളരെ മനോഹരമായി ഭംഗിയായി ശിവപാർവതി വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സംശയം, ചിലരെങ്കിലും കമൻ്റിട്ട് ചോദിക്കും, മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനല്ലേ വിഘ്നേശ്വരൻ, പിന്നെ എങ്ങനെയാണ് വിവാഹത്തിൽ വിഘ്നേശ്വര സാന്നിധ്യം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സ്കന്ദപുരാണത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, വിഘ്നേശ്വരൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ചില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു എനർജി ഫോം അത് ആദ്യകാലം മുതൽക്കേ ഉണ്ട്. പിന്നീട് ആ എനർജിയുടെ ഒരു രൂപം മാത്രമാണ് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ഗണപതി എന്നുള്ള രൂപം. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ ആ സംശയവും മാറി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഈശ്വരൻ തന്നെ, ഈശ്വരൻ്റെ വിവിധ രൂപങ്ങൾ മാത്രം. ഈ വിവാഹത്തിലൂടെ പരമേശ്വരൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ധർമ്മശാസ്ത്ര വിധി പ്രകാരമാണ് മനുഷ്യർ വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അതിന് മാതൃക കാണിച്ചിരിക്കുകയാണ് മഹേശ്വരൻ. വിവാഹം മഹേശ്വരൻ മനസ്സുകൊണ്ട് നിശ്ചയിച്ചതിനു ശേഷം ആചാരമര്യാദ പ്രകാരം വിവാഹ ആലോചനയ്ക്കായി സപ്തർഷികളെ അയക്കുന്നു. അതിനുശേഷം എല്ലാവരെയും ക്ഷണിക്കുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ചിട്ട് തൻ്റെ വേഷങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. ആഘോഷത്തോടു കൂടി എല്ലാവരെയും ക്ഷണിച്ച് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് വിവാഹ ഘോഷയാത്രയായി വിവാഹത്തിന് പോകുന്നു. അതിനുശേഷം കന്യാദാനം അത് വിധിപ്രകാരം ചെയ്യുന്നു. പിന്നീട് ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള സകല ചടങ്ങുകളും അവിടെ ചെയ്യുന്നു. തൻ്റെ വിവാഹത്തിലൂടെ തപസ്, നിഷ്ഠ, വ്രതം, വിവാഹം, പിതൃത്വം, മാതൃത്വം, പിണക്കം, ഇണക്കം, കോപം മുതലായ സാധാരണ ക്രിയകൾ ശിവശക്തിമാർക്ക് പോലും ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യരെ പോലെ അവർ വഴക്കിടുന്നത്. പിതൃത്വവും മാതൃത്വവുമൊക്കെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. കാരണം ഇതെല്ലാം വേണം, ഇതെല്ലാം കൂടി ചേർന്നാലേ വിവാഹ ജീവിതം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് മഹേശ്വരൻ. സാധാരണ മറ്റു ദേവന്മാരുടെ വിവാഹം പോലെ, അതായത് മഹാവിഷ്ണു മഹാലക്ഷ്മിയെ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്? മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് കൂടി ചേരുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കൃത്യമായ ചടങ്ങുകളോടുകൂടി വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷവും ഒരു സാധാരണ മനുഷ്യരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് മഹേശ്വരനും പാർവതീദേവിയും നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തരുന്നത്. അവിടെ പിണക്കമുണ്ട്, വഴക്കുണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം എന്ന് സാധാരണ മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവശക്തിമാർ സ്വയം മാതൃക കാണിക്കുന്നത്. ഈ വിവാഹം കഴിഞ്ഞതോടുകൂടി ദേവന്മാർക്ക് വലിയ ആശ്വാസമായി. കാരണം അവരുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു
മഹേശ്വരൻ വിവാഹത്തിന് സമ്മതിക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതെന്താണ്? കുമാരജനനം. അത് സംഭവിച്ചാൽ മാത്രമേ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇനി ദേവന്മാർ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഹരേ കൃഷ്ണ. നമുക്കും സുബ്രഹ്മണ്യ അവതാരത്തിനായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, നാമം ജപിക്കാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമ്മ മഹാമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.